ചിരൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അർജുനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈശ്വർ മാൽപ്പയുടെയും നാവികസേനയുടെയും സംയുക്ത തിരച്ചിലാണ് ഇപ്പോൾ പ്രദേശത്ത് നടക്കുന്നത്. പുഴയിലെ മണ്ണും പാറയും ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ദൗത്യം വേഗത്തിലാക്കാൻ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കും. അതിനിടെ അർജുന്റെ ലോറിയിൽ തടികെട്ടിയ കയർ കണ്ടെത്തിയിട്ടുണ്ട്. ലോറി ഉടമ മനാഫ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സാധ്യതകളാണ് ഇന്ന് അർജുനെ കണ്ടെത്താനായിട്ടുള്ളത്? പ്രത്യേകിച്ച് അർജുന്റെ സഹോദരിക്ക് ഈശ്വർ മാൽപ്പെ കൊടുത്തിരിക്കുന്ന ഉറപ്പുണ്ട് ഇന്ന് അർജുനെ കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്നത്. അതിലേക്കുള്ള സാധ്യതകൾ തെളിയുന്നുണ്ടോ? എന്താണ് അവിടുത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? അതോടൊപ്പം തന്നെ ഡ്രഡ്ജർ എത്തിച്ച് മണ്ണുമാന്തി കൂടുതൽ പുഴയുടെ അടിത്തട്ടിലേക്ക് എത്തിയുള്ള തിരച്ചിൽ നടത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുമോ? ഇതടക്കമുള്ള ഷിരൂരിലെ ഏറ്റവും പുതിയ സ്ഥിതിഗതികളും സാഹചര്യങ്ങളുമാണ് ഈ വൈകുന്നേരം നമ്മൾ പരിശോധിക്കുന്നത്. എവിടെ മറഞ്ഞു അർജുൻ? ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ വിദഗ്ധൻ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഈ തിരച്ചിലിന്റെ ഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് എന്ന് നമ്മളോട് വിശദീകരിക്കും. ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളൈ നമ്മളോടൊപ്പം ചേരും അല്പസമയത്തിനകം. ഇപ്പോൾ എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്? ഏത് സ്വഭാവത്തിലുള്ള തിരച്ചിലാണ് ഇനി നടക്കാൻ പോകുന്നത്? വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് 5 മണിക്കൂറിലേറെയായി തിരച്ചിൽ തുടങ്ങിയിട്ട് കിട്ടിയ ലോറിയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് കിട്ടിയത് അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് മനാഫ് പറയുന്നു. ഇപ്പോൾ ഒടുവിലൊരു മരത്തടികൾ കെട്ടിയിരുന്ന കയർ അത് ആ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരച്ചിലിന് ഇന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം? ഗോപി, ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി തെരച്ചിൽ ടീം മാൽപ്പെ അവരുടെ തെരച്ചിൽ തുടങ്ങി. ആ ഘട്ടത്തിൽ ഒരു പോയിന്റ് C എന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയത്. നാവികസേനയും ഈ മാൽപ്പെ സംഘവും അവിടേക്ക് പലതവണ ഡൈവ് ചെയ്തു. പക്ഷേ അവർക്ക് അവിടെ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് നമ്മളുടെ ഗ്രാഫിക്സ് നോക്കിയാൽ അറിയാം, നമ്മൾ കുറെ കൂടി ഒരു കൃത്യതയാർന്ന വിവരത്തിലേക്ക് അല്പസമയം മുമ്പ് കടന്നിട്ടുണ്ട്. നേരത്തെ ഡിഫൻസ് PRO അത് വിശദീകരിക്കുകയും ചെയ്തു. കോണ്ടാക്ട് പോയിന്റ് 1, കോണ്ടാക്ട് പോയിന്റ് 2, ഈ രണ്ട് ഭാഗം ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഈ കോണ്ടാക്ട് പോയിന്റ് 1ഉം കോണ്ടാക്ട് പോയിന്റ് 2ഉം ഇതാണ് നമുക്ക് നമ്മുടെ ഡ്രോൺ പരിശോധനയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കൃത്യമായ ലൊക്കേഷൻ. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഭാഗത്താണ് ഇപ്പോൾ നാവികസേനയും ടീം മാൽപ്പയും തെരച്ചിൽ നടത്തുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ലോഹവസ്തുക്കൾ കണ്ടെത്തുന്നത്. ലോഹവസ്തുക്കളുടെ കൂടുതൽ സാന്നിധ്യമുള്ളത് ഈ ഭാഗത്താണ് എന്നിപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ അത് കമാൻഡർ അതുൽ പിള്ളൈ അത് വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഭാഗം കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധന അത് റിസൾട്ട് ഉണ്ടാകും എന്നതാണ് പൊതുവെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ തീരത്ത് നിന്ന് ഏതാണ്ട് ഇപ്പോൾ നമ്മൾക്കറിയാം ഈ തീരത്തെ മൺതിട്ടയും വെള്ളവും നിൽക്കുന്നതിനിടയിൽ ഭാഗത്താണ് ഈ പറയുന്ന കോണ്ടാക്ട് പോയിന്റ് 1ഉം 2ഉം. അത് ഓൾമോസ്റ്റ് നമുക്ക് ഇതുവരെ വന്ന എല്ലാ സോണാർ സിഗ്നലുകളും ഈ രണ്ടു ഭാഗത്തും വളരെ കട്ടിയുള്ള ബലമുള്ള സിഗ്നലുകൾ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തെരച്ചിൽ നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ താഴെ ഭാഗത്ത് വലിയ തോതിൽ മണ്ണും ചെളിയും വലിയ മരങ്ങളും വൻ മരങ്ങളൊക്കെ വീണ് ഏതാണ്ട് കോൺക്രീറ്റിന് സമാനമായ ഒരു പാളി ആ മണ്ണിലുണ്ട്, അതായത് പുഴയുടെ അടിത്തട്ടിലുണ്ട്. അപ്പോൾ അത് നമുക്ക് സാധാരണഗതിയിൽ നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാമഗ്രികൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ കഴിയില്ല. അത്രത്തോളം വിസ്താരത്തിൽ വലിയ കട്ടിയിൽ ആ പാളി, ഒരു കോൺക്രീറ്റ് പാളി കണക്കി അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റണം, നീക്കം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളാണ് അവിടെ എത്തേണ്ടത്. അപ്പോൾ അവിടെ ഡ്രഡ്ജറിൻ്റെ ആവശ്യം ഉയർന്നു വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജറാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് അവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നത് ഈ മേഖലയാകെ സന്ദർശനം നടത്തിയ കേരളത്തിൽ നിന്ന് പോയ വിദഗ്ധർ കണ്ടെത്തുകയും അത് കേരള സർക്കാരിനെ അറിയിക്കുക. വിജയകുമാർ, അതിനിടയിൽ ഒരു കാര്യം, അതായത് ഇന്നത്തെ തിരച്ചിലിൽ നമുക്ക് പ്രതീക്ഷ നൽകിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ അർജുൻ സഞ്ചരിച്ച ലോറിയിലെ ഹൈഡ്രോളിക് ജാക്കിയും അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട ടാങ്കറിലെ 2 ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത് സ്വാഭാവികമായും അത് ഈ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മൺ ചായക്കട നടത്തിയിരുന്ന പ്രദേശത്തിന് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് 100 അടി അകലെ 35 മീറ്റർ ആഴത്തിലായിരുന്നു ഇത് രണ്ടും കണ്ടെത്തിയത്. ഇതേ പ്രദേശത്ത് തന്നെ അർജുൻ്റെ ലോറിയും അർജുനെയും ഒക്കെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലായിരിക്കണം ഒരുപക്ഷെ ഈശ്വർ മാൽപ്പെ ഇന്ന് അർജുൻ്റെ സഹോദരിക്ക് ഇന്ന് തന്നെ അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാമെന്ന് ഉറപ്പ് നൽകിയത്. ഈ മേഖല കേന്ദ്രീകരിച്ചാണോ ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്? അതല്ല, നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സോണാർ സ്കാനിങ്ങിൽ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ, അതായത് നമ്മൾ പറയുന്ന സ്പോട്ട് സി, അതെവിടെയാണ്? അതേത് മേഖലയാണ്? എവിടേക്കാണ് തിരച്ചിൽ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്?
ഗോപി, സ്പോട്ട് സി എന്നത് നമ്മളെ സംബന്ധിച്ച് രാവിലെ നടന്ന ഒരു തെരച്ചിലിലെ ഒരു പ്രതീക്ഷാ കേന്ദ്രം മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ നിന്ന് നമ്മളുടെ ശ്രദ്ധ മാറി. ഇപ്പോഴത് ഈ പറയുന്ന കോണ്ടാക്ട് 1, കോണ്ടാക്ട് 2 എന്നതിലേക്ക് എത്തി. ഈ കോണ്ടാക്ട് 1-നും കോണ്ടാക്ട് 2-നും ഇടയിലുള്ള പ്രദേശത്ത് നിന്നാണ് ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത്. അതുപോലെ ഇതിന് സമാനമായി ഈ ഭാഗത്തോട് ചേർന്ന ഒരു ഓയിൽ, ഒരു എണ്ണപ്പാളി ജലോപരിതലത്തിലുണ്ട്. അപ്പോഴത് ഈ ഒന്നുകിൽ ഈ ടാങ്കറിൽ നിന്നാവാം, ടാങ്കറിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെ അതിൽ നിന്ന് വരുന്ന ഇന്ധനമാകാം എന്നൊരു സൂചനയുണ്ട്. അപ്പോഴത് ശാസ്ത്രീയമായി ആ വെള്ളം പരിശോധിച്ച് എന്താണ് ആ ഇന്ധനമെന്ന് കണ്ടെത്താൻ അവിടെ മംഗലാപുരത്ത് എത്തണം. പക്ഷെ അത് നടക്കില്ല. പക്ഷേ അങ്ങനെ ഒരു എണ്ണപ്പാളിയുണ്ട്. അപ്പോൾ ആ ഭാഗവും ഈ കോണ്ടാക്ട് 1-ഉം കോണ്ടാക്ട് 2-ഉം ഇതെല്ലാം ഏതാണ്ട് ഒരേപോലെ അടുത്തടുത്ത് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതായത് ഇവിടെയുള്ള സൂചന ഇവിടെ ജലോപരിതലത്തിൽ കുറച്ച് ഇന്ധനത്തിൻ്റെ സാന്നിധ്യമുണ്ട്. 1, 2 ഈ ഭാഗത്തു നിന്നാണ് ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത്. 2, 3 ഇതിനോട് ചേർന്ന് ജലത്തിന് താഴെ, വളരെ താഴെയാണ് ഒരു മരത്തിൽ ചുറ്റിയ നിലയിൽ ഈ വാഹനത്തിലെ തടി കെട്ടിയിരുന്ന ഒരു കയറ് കണ്ടെത്തിയത്. അതിൻ്റെ കുറച്ചു ഭാഗം മുറിച്ചുകൊണ്ട് വന്ന് ഈ വാഹനത്തിൻ്റെ ഉടമ മനാഫിനെ കാണിച്ചത് അയാളുടെ വാഹനത്തിൻ്റേത് തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 3 സാഹചര്യങ്ങൾ ഈ പറയുന്ന കോണ്ടാക്ട് 1-നും കോണ്ടാക്ട് 2-നും ഇടയിലുണ്ട്. അതായത് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്ന നമ്മളൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരു മേഖല ഇതാണ്. ഇത് നമ്മൾ നേരത്തെയും പല ഭാഗത്തും ആ നിലയിലുള്ള സാന്നിധ്യങ്ങളൊക്കെ കണ്ടെത്തിയ സമയത്ത് ഇവിടെ എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കങ്ങനെ നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ നാവികസേന കേന്ദ്രീകരിക്കുന്നത് ഈ കോണ്ടാക്ട് 1-നും കോണ്ടാക്ട് 2-നും ഇടയിലുള്ള ഈ ഭൂപ്രദേശത്താണ്. ജലോപരിതലത്തിന് താഴെയാണ്. അവിടെ നിന്നാണ് ചില സിഗ്നലുകൾ, ചില സൂചനകൾ, ചില പോസിറ്റീവ് റിസൾട്ടുകൾ കിട്ടിയത്. അവിടേക്ക് ഇനിയിപ്പോൾ ടീം മാൽപ്പയും കൂടി എത്തും. ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്കൂർ കൂടി അവരുടെ ഇന്നത്തെ തെരച്ചിൽ അവിടെ ഉണ്ടാകും. പക്ഷേ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് വലിയ തോതിൽ ചെളി, പാറയും മണ്ണും ഒക്കെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. മരങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയ ആൽമരമൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് ഇന്നലെ മാൽപ്പെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ മാറ്റി തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത്, അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡ്രഡ്ജർ തന്നെ കൊണ്ടുവരണം. അത് ഗോവയിൽ നിന്നൊരു ഡ്രഡ്ജർ കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. നാളെ സ്വാതന്ത്ര്യദിനമാണ്, അവധി ദിവസമാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ അതിൽ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടായെങ്കിലേ അത് മറ്റന്നാൾ അവിടെ എത്തും. കേരളത്തിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് മന്ത്രി പി പ്രസാദ് അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയാണെന്ന് നമുക്കിപ്പോഴും ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ സാധ്യതാ മേഖല ഇതാണ്. അക്കാര്യത്തിൽ കുറച്ച് വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ PRO അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യമുള്ളത് ഗോപി, അർജുൻ്റെ ലോറി ഈ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിൻ്റെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തി, അതിലെ തടി കെട്ടിയ കയറ് കണ്ടെത്തി, ചില ലോഹഭാഗങ്ങൾ. ഇപ്പോൾ അത് ഈ ലോറിയുടേതല്ല എന്ന് പറയുന്നു. പക്ഷേ എങ്കിലും അവിടെ എന്തൊക്കെയോ സംഗതികൾ ഉണ്ടെന്ന് ഉറപ്പാണ്. അത് ഇനി ലോറിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അറിയണം. പക്ഷേ അതിനൊക്കെ ഈ മണ്ണിളക്കി, അത് വെറുതെ ഇളക്കിയാൽ പോവില്ല, ആഴത്തിൽ കുഴിച്ച് യന്ത്രക്കൈകൾ ഉപയോഗിച്ച് കുഴിച്ച് മാറ്റിയാൽ മാത്രമേ അവിടെ എന്തെങ്കിലും പരിശോധന നടത്താൻ കഴിയൂ എന്നതാണ് വസ്തുത. അതാണ് ശരി. ഏതായാലും വിജയകുമാർ, ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇനിയുള്ള മണിക്കൂറിൽ തിരച്ചിൽ എങ്ങനെ പോകുമെന്നാണ്. നാളെ സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ തിരച്ചിൽ നടക്കില്ല എന്നുള്ള വിവരവും വരുന്നുണ്ട്.